ഗൈസ് വെരി ഗുഡ് മോർണിംഗ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര ത്രിൽഡ് ആണ്. വേറെ ഒന്നും കൊണ്ടല്ല, വൺ ആൻഡ് ഓൺലി മൈ ഓൾ ടൈം ഫേവറേറ്റ് സാബു ചേട്ടൻ. എ റിയൽ പ്ലെയർ, എ റിയൽ എൻ്റർടൈനർ, എ റിയൽ ഫൈറ്റർ ആൻഡ് മോർ ഓവർ എ റിയൽ ഹ്യൂമൻ. ഒന്നും പറയാനില്ല. സാബു ചേട്ടൻ എന്ന് പറയുന്ന ഒരു വ്യക്തിത്വം എനിക്ക് ഭയങ്കര റെസ്പെക്റ്റും ഭയങ്കര സ്നേഹവും ഉള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ വാക്ചാതുര്യങ്ങൾ, ലൈക്ക് ആറ്റിറ്റ്യൂഡ് എല്ലാം ലൈക്ക് ഒന്നിനെയും പേടിക്കാതെ, എന്നാൽ ഒരു അഹങ്കാരമോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരു എല്ലാം എനിക്ക് ഐ ഡോണ്ട് നോ ഹൗ ടു എക്സ്പ്ലെയിൻ ദാറ്റ്. സീസൺ 1 അതായത് ഈ ഗെയിം എന്താണെന്നറിയാതെ, ഒന്നും അറിയാതെ അങ്ങോട്ട് കയറി കൊടുത്ത് വിന്നറായിട്ട് വന്ന സാബു ചേട്ടൻ. കാരണം ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഭൂരിപക്ഷം ആൾക്കാർക്കും ലൈക്ക് അതൊക്കെ സീസൺ 1 സാബു ചേട്ടൻ്റെ ഗെയിം അതിനോടടുപ്പിച്ച് ഒന്നും ഈ ഒരു മൊമെൻറ്റ് വരെ, അത് സീസൺ 6 വരെ വന്നിട്ടില്ല. പുള്ളിയാണ് ദ കിങ് ഓഫ് ബിഗ് ബോസ്, റിയൽ BB മെറ്റീരിയൽ. അതിലൊരു തർക്കമില്ല. ആര് തർക്കിക്കാൻ വന്നാലും ഞാൻ സമ്മതിക്കത്തുമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഗെയിം സ്ട്രാറ്റജി അങ്ങനെയായിരുന്നു. എന്താണെന്ന് പോലും അറിയാതെ BBയിലോട്ട് കയറി കൊടുത്തതാണ്. അതിനപ്പുറത്തേക്കൊന്നും വരില്ല എന്താണെങ്കിലും. അപ്പോൾ ഈവൻ എൻ്റെ BB 5 കഴിഞ്ഞിട്ടും ഞാൻ മീറ്റാക്കുകയും കാര്യങ്ങൾ സംസാരിക്കുകയും അതിൻ്റെ ഓരോ വശങ്ങൾ പറയുകയും എൻ്റെ ഫോൾട്ട് പറഞ്ഞു തരികയും ഇനി എങ്ങനെ മുന്നോട്ട് എല്ലാ പ്രൊഫഷണൽ വൈഫ് എല്ലാം ഇപ്പം സാബുചേട്ടൻ്റെ വൈഫാണെങ്കിലും എല്ലാവരും നല്ലൊരു എന്താ പറയുക, നല്ലൊരു കോംബോ ആണ്. ലൈക്ക് അവർ തമ്മിലുള്ള സംസാരവും കാര്യങ്ങളും എല്ലാം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗബ്രി മോനെ നീ രക്ഷപ്പെട്ടതാണ്. സത്യത്തിൽ എന്തോ എവിടെയോ ഒരു പുണ്യമുള്ളതുകൊണ്ട് നീ രക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ വടിച്ചെടുക്കേണ്ട വന്നേനെ എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. പക്ഷെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഗബ്രി അതിൻ്റെ ഉള്ളിൽ വേണമായിരുന്നു എന്ന്. കാരണം ആണാണെങ്കിൽ കളിക്കിടാന്നുള്ള വർത്താനമൊക്കെ പറഞ്ഞ് സാബുവിൻ്റെ അടുത്തേക്ക് ചെന്നിരുന്നെങ്കിൽ നീ വേർത്ത് കുളിച്ചേനെ. അപ്പം ഇപ്പം നമ്മുടെ പ്രൊമോയിൽ വന്നിട്ട് തട്ടുകട സെറ്റപ്പൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. മക്കളെ നിങ്ങൾ പറക്കാറായി എന്നുള്ളൊരു സിഗ്നൽ കൊടുത്തിട്ടാണോ എന്ന് പറഞ്ഞിട്ട് അതേപോലത്തെ ഒരു കഫ്താൻ കോസ്റ്റ്യൂംസ് ഒക്കെയാണ് എല്ലാവർക്കും കൊടുത്തിരുന്നത്. ഈ പ്രൊമോയുടെ ഇടയിൽ തൊട്ട് മുമ്പ് തന്നെ നോറയും നന്ദനയും ഋഷിയൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി ഫൈറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് പുള്ളിയുടെ എൻട്രി. ലൈക്ക് ഒരു കാക്കി കളർ ഷർട്ടും ബാഗൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് ലൈക്ക് ആ ഒരു ഹാറ്റ് താത്തിയിട്ട് പിന്നെ പൊന്തി വന്നിട്ടുള്ള ഒരു ഇത് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു മുമ്പത്തെ വയൽക്കാടിൻ്റെയും എല്ലാവരുടെയും കാര്യങ്ങൾ പറയുമ്പോൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റാണ് മറിച്ചാണ് നമുക്കിനി നോക്കാം, അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇട്ടിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. പക്ഷെ സാബുചേട്ടൻ്റെ കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. കാരണം 2 ദിവസം പോട്ടെ, 5 മിനിറ്റ് പുള്ളി അവിടെ ഒന്ന് പുള്ളിയുടെ സിഗ്നേച്ചർ ഇട്ടിട്ട് ഒന്ന് ഇളക്കി മറിച്ചിട്ടേ പോരും എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. കാരണം ഇതുവരെയുള്ള സീസണിൽ ഈ ഒരു സെലക്ഷൻ മാത്രം ഏഷ്യാനെറ്റിനും ബിഗ് ബോസിനും തെറ്റിയിട്ടില്ല എന്ന് തന്നെ ഞാൻ പറയും. കാരണം അദ്ദേഹത്തിന് എനിക്ക് അത്രയും റെസ്പെക്റ്റാണ്. കാരണം ലൈക്ക് പുള്ളി എന്താ പറയുക, എന്തോ വേണ്ടി അങ്ങനെ വളവളാൻ സംസാരിക്കുന്നതാണ്. ഇപ്പം കഴിഞ്ഞ തവണ ശോഭയായിട്ടുള്ള ഇതിൽ പുള്ളി സംസാരിച്ച സിബിൻ്റെ കാര്യം വളരെ ഞാൻ യോജിക്കുന്നു. കാരണം അതിൻ്റെ ഉള്ളിൽ അതെന്താന്ന് പോലും അറിയാതെ അവിടെ പോയി ഇരുന്നിട്ട് ഗെയിം കപ്പടിച്ച് വന്ന ആളുകൾക്ക് ഇപ്പം ഉള്ള പല ആളുകളുടെ മെൻ്റൽ അപ്പ് ആൻഡ് ഡൗണും അല്ലെങ്കിൽ ഇറങ്ങിപ്പോണെന്നൊക്കെ പറയാൻ കാണുമ്പോൾ പിള്ളേര് നമ്മളിതൊക്കെ പൊട്ടുപോലെ പോകുന്നതാണ്. നമ്മളൊക്കെ എത്രയൊന്നും ഇവർക്കില്ല. ഇവരാണ് മൂത്താപ്പ എന്ന് പറയുന്നത്. ഈ സീസൺ 1 ആൾക്കാരാണ് മൂത്താപ്പ ഓഫ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. കാരണം അവർക്ക് എന്താണെന്ന് പോലും അറിയാതെ കയറി കൊടുത്ത ടീംസാണ്. അപ്പോൾ ഇപ്പോൾ ആൾക്കാരെ പല മെൻ്റൽ ബ്രേക്ക് ഡൗൺ കാര്യങ്ങൾ, മക്കളെ നമ്മളപ്പോൾ എത്രയെന്നുള്ളൊരു ചോദ്യം അവിടെ വരുന്നുണ്ട്. ഇപ്പോൾ സിബിൻ്റെ കേസിലും പറയുന്നുണ്ടായിരുന്നു, ആ ഒരു മെൻ്റൽ ടോർച്ചറിങ് പറ്റില്ലെങ്കിൽ പോകരുതായിരുന്നു. ഇത് അങ്ങനത്തെ ഒരു ഗെയിമാണ്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ ടോക്കും വൈസൊക്കെ വെച്ചിട്ട് ഞാൻ സാബുചേട്ടൻ്റെ കാര്യം തന്നെയാണ് കുറേ ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ആളകത്ത് കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ഒരു ഓളം സൃഷ്ടിക്കുന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. ജിൻഡോ ടാർഗറ്റ് ഉണ്ട്. ജാസ്മിൻ്റെ കാര്യം എന്താണെന്ന് പറയാൻ ഭയങ്കര ആഗ്രഹമുണ്ട് എനിക്ക്. അപ്പോൾ അവിടെ അനങ്ങാതിരിക്കുന്നവരെയൊക്കെ തുരത്തി നമ്മുടെ സീസൺ 1 ഏറ്റവും വലിയൊരു അടിപൊളി ഡയലോഗാണ് നമ്മുടെ ഹിമോട് പറയുന്നത്, തുരത്തി അടിക്കും. ഇവിടെ അല്ല, എവിടെയാണെങ്കിലും, അകത്താണെങ്കിലും പുറത്താണെങ്കിലും നിൻ്റെ ആ ഡയലോഗും കാര്യങ്ങളൊന്നും ചെറിയ പിള്ളേരോട് മതി, നമ്മളോട് വേണ്ടാന്ന് പറയുന്നൊരു ഡയലോഗ്. ഓക്കെ, അപ്പോൾ മുതലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിളിച്ചിട്ട് വാന്ന് പറഞ്ഞാൽ എടുത്തുകൊണ്ട് വരണ പോലത്തെ ഒരു സാധനമാണ് ഇത്. അപ്പം ഗോട്ട് ഓഫ് സാബു മോൻ. അപ്പോൾ നമുക്ക് ഈഗർലി ഇനി സാബു ചേട്ടൻ്റെ ഗെയിംസും കാര്യങ്ങളെല്ലാം കാണാം. അപ്പോൾ വൺസ് അഗെയിൻ ഞാൻ പറയാണ്, ഗബ്രി നീ രക്ഷപ്പെട്ടതാണ്. അതിൻ്റെ ഉള്ളിൽ നീ ഇപ്പം ഉണ്ടായിരുന്നെങ്കിൽ തീർന്നേനെന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. അപ്പോൾ സാബു ചേട്ടാ, വി ഓൾ ഐ ലവ് യു. നല്ല അടിപൊളിയായിട്ട് കളിക്കുന്നില്ല പ്രതീക്ഷ അല്ല, ഉറച്ച വിശ്വാസമുണ്ട്. അപ്പോൾ സാബു ചേട്ടനെ ഇഷ്ടമുള്ളവർ, സാബു ചേട്ടൻ്റെ ഫാൻസ് എന്താണ് ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഇതേപോലെ നമ്മൾ ഈ കമൻറ്റ് ചെയ്യാൻ പറയുന്ന ചില വീഡിയോസിൻ്റെ കമൻറ്റ്സ് എടുത്ത് നമ്മൾ പിന്നെയും കീറി മുറിക്കുന്നതായിരിക്കും പിന്നെ ഗുഡ് ബൈ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പാർട്ടിസിപ്പേഷൻ നമുക്ക് ആവശ്യമുണ്ട്. കമൻറ്റ് ചെയ്യുക. ഗുഡ് ബൈസ്.